പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 9-ാം തീയതി ഞായറാഴ്ച, നോമ്പുകാലത്തിലെ 2-ാം ഞായർ. കർത്താവെ, അവിടുത്തെ പീഡാസഹനങ്ങളോട് കൂടുതൽ ചേർന്ന് ധ്യാനിക്കുവാൻ, ഭക്തിയോടുകൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ ദിവസം മുഴുവൻ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് അനുഭവവേദ്യമാകട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വചനം ഇന്ന് ധ്യാനിക്കാം. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും തിരുവചനത്തിലുണ്ട്. ഈ വചനങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കുന്ന വ്യക്തിക്ക് ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടി പല വഴികളിലൂടെ ഓടേണ്ട ആവശ്യം വരില്ല. പലരുടെയും തെറ്റായ പ്രബോധനങ്ങൾ കേട്ട് ആടി ഉലയേണ്ട അവസ്ഥയും വരില്ല. യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും നമ്മെ രക്ഷിക്കാനാകില്ലെന്നുള്ള ബോധ്യം മനസ്സിൽ ഉറപ്പിക്കാം. അവനല്ലാതെ ആരെങ്കിലും നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അവരെല്ലാം നിനക്ക് താൽക്കാലിക സന്തോഷം നൽകും. പിന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ അടിക്കല്ലിളക്കി നിന്നെ നശിപ്പിക്കും. തിരുസഭയാകുന്ന അമ്മയുടെ കരം പിടിച്ച് സ്വർഗീയ ഓറസ്ലത്തേക്ക് നമുക്ക് നടക്കാം. ഒരിക്കലും ആ കരം വിട്ടുപോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം, പ്രാർത്ഥിക്കാം. പാറ പോലെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമയായി നമുക്ക് മാറാം. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.